ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ചോദിച്ചിരുന്നു നമ്മുടെ പ്രൈസ് ആഡ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സിംഗിൾ കാറ്റലോഗ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കുർത്തിയുടെ ഇമേജ് നിങ്ങളതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളൊരു കുർത്തിയുടെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇവിടെ GST നമ്മൾ 5% GST വരുന്നത്. ക്ലോത്തിൻ്റെ എല്ലാ ഐറ്റംസിനും 5% വരുന്നത്. ചിലത് 12% വരുന്നുണ്ട്. ഈ HSN കോഡ് എന്നുള്ളത് നിങ്ങൾ ഹോൾസെയിലായിട്ടാണ് സാധനം വാങ്ങുന്നതെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ചെയ്തിരിക്കുന്നത് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കാണ്. നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങളുടെ വെയിറ്റ് നോക്കിയിട്ട് നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കുക. കോഡ് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കോഡ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ പ്രൊഡക്റ്റിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കുക. ഞാനിവിടെ വന്നിരിക്കുന്നത് വെറുതെ അടിച്ചു കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ സൈസ് എന്ന് കൊടുത്തിരിക്കുന്നിടത്താണ് മെയിൻ. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ML XL XXL എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണോ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് എത്തും. ഇവിടെ ഫ്രണ്ടിൽ കണ്ടോ മീഷോ പ്രൈസ് എന്നും പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ മീഷോ പ്രൈസ് എന്ന് പറഞ്ഞു കൊടുക്കണത് നിങ്ങൾ ഹോൾസെയിലായിട്ടാണ് വാങ്ങുന്നത് എങ്കിൽ അപ്പോൾ ഏകദേശം ഒരു 500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾ സാധനം കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒരു 68 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആഡ് ചെയ്തിട്ട് കൂടുതലായിട്ടുണ്ട്, 75 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മീഷോ പ്രൈസ് 500 രൂപ പകരം 700 രൂപ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ കസ്റ്റമർ റിട്ടേൺ വരികയാണെങ്കിൽ 100 ചില്ലാന രൂപ, അതായത് ഞാനൊക്കെ സെല്ല് ചെയ്യുമ്പോൾ റിട്ടേൺ അയക്കുമ്പോൾ 153 രൂപയ്ക്കായിരുന്നു ഷിപ്പിംഗ് ചാർജ് റിട്ടേൺ ആയിട്ട് നമ്മുടെ ഇന്ന് പിടിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനൊരു കണക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുകയാണ്. നമ്മളൊരു 500 രൂപയ്ക്കാണ് നമ്മൾ സാധനം വാങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലാഭം ആഡ് ചെയ്യുക, ഈ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുക, അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 700 രൂപ നമ്മൾ അടിക്കുകയാണ്. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 700 രൂപ ആഡ് ചെയ്യുകയാണ്. അപ്പം ഈ ഡിഫക്റ്റീവ് റിട്ടേൺ പ്രൈസ് ഓട്ടോമാറ്റിക് വരും. MRP നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് എത്ര രൂപയ്ക്ക് നിങ്ങളുടെ ഡ്രസ്സ് വിൽക്കാം, മൊത്തത്തിൽ എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു 1000 രൂപ കൊടുക്കുക, 900 രൂപ കൊടുക്കുക, അതിൽ കവിഞ്ഞ് ആ ഡ്രസ്സിന് വാല്യൂ ഇല്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളൊരു 900 രൂപ കൊടുക്കുകയാണേ. അപ്പോൾ ഇത് ആഡ് ചെയ്യേണ്ടതാണ്, ഈ MRP ആഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിലോട്ട് വരിക. റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടോ ബാങ്ക് സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആഡ് ചെയ്ത 700 രൂപ വന്നിട്ടുണ്ട്. മീഷോ പ്രൈസ് 700 രൂപ, കമ്മീഷൻ ഇല്ല, ടാക്സ് 13, ബാങ്ക് സെറ്റിൽമെൻറ്റ് എമൗണ്ട് 686.29 പൈസ. അപ്പോൾ ഈ 686 രൂപ നമുക്ക് ബാങ്ക് സെറ്റിൽമെൻ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഈ ഒരു ഡ്രസ്സ് വിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ 686 രൂപ നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്നും മീഷോ എത്ര രൂപ ഈടാക്കുന്നതെന്ന് നമുക്കറിയണേ. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, കസ്റ്റമർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 775 രൂപ കസ്റ്റമർ കൊടുത്താൽ ഈ 600, അതായത് ആ ഡ്രസ്സിൻ്റെ വില എന്ന് പറയുന്നത് 775 രൂപയാണ്. ആ 775 രൂപ കൊടുത്താലാണ് 686 രൂപ നമുക്ക് ബാങ്ക് സെറ്റിൽമെൻറ്റായി കിട്ടുള്ളൂ. ഇനി ഈ 775 രൂപയ്ക്ക് ആ ഡ്രസ്സ് നമ്മൾ വിൽക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാണ്ട് മീഷോയിൽ നമ്മൾ ഇട്ട വശ ആൾക്കാർ വന്ന് മേടിക്കാനൊന്നും പോവില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. മീഷോ ഒരിക്കലും നമ്മുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല കാശ് കൊടുക്കാണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 0 കമ്മീഷൻ എന്ന് പറയണത് അവർ വെറുതെ പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ അല്ലറ ചില്ലറ ചാർജുകൾ നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കും. എല്ലാ ഓൺലൈൻ ബിസിനസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാമെന്ന് ഞാൻ പറയില്ല, അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ 775 രൂപ ഈ ഷിപ്പിംഗ് ചാർജ് ഇല്ല എന്നല്ലേ പറയണേ. ഇതിപ്പോൾ നിങ്ങൾ വാങ്ങുന്നവരും ഇത് കാണുന്നുണ്ടാകും. അപ്പോൾ പറയാണ് മീഷോയിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. 68 രൂപയായിരുന്നു ഷിപ്പിംഗ് ചാർജ് ആയിരുന്നത് കഴിഞ്ഞ മാസം വരെ.
ഇപ്പോൾ 75 കൂട്ടിയേക്കാം കേട്ടോ. ഈ നമ്മൾ സാധനം വിൽക്കുമ്പോൾ സെല്ലർക്ക് 75 രൂപയ്ക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാം. പക്ഷേ കസ്റ്റമർ റിട്ടേൺ ചെയ്യുമ്പോൾ 100 സംതിങ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് സെല്ലറുടെ കയ്യിൽ നിന്നും കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ 700 പകരം നമ്മൾ ഒന്നും കൊടുത്തില്ല, വെറുതെ നമ്മൾ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ആഡ് ചെയ്തത് എന്നെങ്കിൽ ഇവിടുത്തെ റേറ്റ് വ്യത്യാസം കണ്ട 575 രൂപയ്ക്ക് സാധനം പോവും. ഈ സാധനത്തിന് 575 രൂപയ്ക്ക് പോവും. 487 രൂപയെ നമുക്ക് ബാങ്ക് സെറ്റിൽമെൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സെല്ലർക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. കാശ് ആഡ് ചെയ്യുമ്പോൾ റിട്ടേണിൻ്റെ കാശ് ആഡ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ ലാഭം ആഡ് ചെയ്യണം, ഷിപ്പിങ്ങിൻ്റെ ഫീയും ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ വാങ്ങിയ പ്രൈസ് റേറ്റ് ഇടാനായിട്ട് പാടില്ല, കൂടുതലായിട്ട് ഇടണം. അപ്പോൾ ഇത് വാങ്ങുന്ന ആൾക്കാരും ഇത് ചിലപ്പോൾ കാണുന്നുണ്ടാവും. എനിക്കറിയാണ്ട് തുടക്കത്തിൽ എനിക്ക് കുറേയൊക്കെ നഷ്ടം വന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ്, അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ ഡ്രസ്സ് എന്ത് ചെയ്യണം, നമ്മൾ പരസ്യം ചെയ്യണം. മീഷോയിൽ പരസ്യം ചെയ്താലാണ് അത് കാശ് കൊടുത്ത് പരസ്യം ചെയ്യണം. അതായത് 3 ഡ്രസ്സ് നമ്മൾ ആഡ് കൊടുക്കണമെങ്കിൽ ഒരു പീസിന് 100 രൂപ, അതും ഇത്ര മണിക്കൂറിനുണ്ട്. ഓരോ ദിവസം റേറ്റ് കൂടുന്നതായിട്ടും വരും. അല്ലാണ്ട് വെറുതെ ഒന്നും നമുക്ക് ഇതിൽ പരസ്യം കൊടുക്കാൻ പറ്റില്ല. ഈ മീഷോ സെർച്ച് ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് വന്ന് എടുക്കണമെങ്കിൽ അത് നമ്മൾ കാശ് കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വെറുതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി ഇതിൽ കാശുണ്ടാക്കാമെന്നും പറഞ്ഞ് വരുന്നവർക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. എല്ലാം പറഞ്ഞിട്ട് നിങ്ങളിതിലേക്ക് കാലെടുത്ത് വെക്കുക. അതിങ്ങനെ എനിക്ക് വീണ്ടും പറയാനുള്ളതുള്ളൂ. ഇനി ഇതിലെങ്ങനെയാണ് നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. പിടിച്ച് നിൽക്കാൻ പറ്റുന്നവർ മാത്രം ഇതിലേക്ക് കയറി വരിക. പിന്നെ കച്ചവടം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം അറിഞ്ഞിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഒരു ബിസിനസ് ആകുമ്പോൾ എന്തായാലും ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണം. ഒന്നും ചെയ്യാണ്ടിരുന്നാൽ നമുക്കൊന്നും ഉണ്ടാവാനൊന്നും പോകണില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യണം. എന്തിനെങ്കിലുമൊക്കെ എടുത്ത് കാലെടുത്ത് വെച്ചാലല്ലേ നമുക്ക് വിജയിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് കാലെടുത്ത് വയ്ക്കുക എന്നുള്ളതേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ പറയാം. പിന്നെ ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് സാധാ ഈ ക്ലോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക എന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരുന്നതായിട്ട് ആവശ്യമില്ല. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞത് എന്നാൽ ഈ പൈസ ആഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഈ പൈസ ആഡ് ചെയ്യുന്നിടത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ നമുക്ക് പിന്നൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിതെല്ലാം ഡീറ്റെയിൽ എഴുതി കൊടുത്ത് താഴെ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ഓപ്ഷൻ വരും പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അതും നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ എന്താ പറയുക എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ പ്രൈസിൻ്റെ കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം. അല്ലാണ്ട് ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അതിന് നമ്മൾ പൈസ വേറെ കൊടുക്കണം. എല്ലാ ചേഞ്ചിനും നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മനസ്സിലായി, ഈ 0% കമ്മീഷൻ ചാർജ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെയാണ് എല്ലാത്തിനും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. ഞാൻ പറഞ്ഞതിടയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളറിയണം എന്ന് തോന്നിയത് കൊണ്ടും പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം വരുത്താനുണ്ടെന്ന് വെച്ചാൽ ഇതിന് മാറ്റം വരുത്തണം. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ പൈസയുടെ റേറ്റ് കുറയ്ക്കാൻ പറ്റും, പക്ഷെ കൂട്ടാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറ്റിയിടണം, എമൗണ്ട് എപ്പോഴും കയറ്റിയിടണം. എന്നിട്ട് പരസ്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കണം. മനസ്സിലായല്ലോ? പരസ്യം ചെയ്യുമ്പോൾ നമ്മൾ പൈസ കുറയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കയറ്റിയിടണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കുക, നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.